going to answer a few questions that we have received. നമുക്ക് ലഭിച്ച ചില ചോദ്യങ്ങൾക്ക് നാം ഉത്തരം പറയുവാനായിട്ട് പോവുകയാണ്. These are mainly related to the church and to sisters. സഭയെക്കുറിച്ചും അതുപോലെ തന്നെ സഹോദരികളെ സംബന്ധിച്ചതുമായ ചില ചോദ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. So we'll answer them one by one. നമുക്ക് ഓരോന്നായിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. Okay. ഒന്നാമത്തെ ചോദ്യം, could you kindly share a little about our specific calling as a church? സഭയായി നമ്മെ വിളിച്ചിരിക്കുന്ന ആ പ്രത്യേക വിളിയെക്കുറിച്ച് സഹോദരൻ അല്പം സംസാരിക്കാമോ? The general calling for all believers is to be witnesses for Christ. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുക എന്നുള്ളതാണ് എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ച് പൊതുവായുള്ള ദൈവത്തിൻ്റെ വിളി. And the church is called the body of Christ. സഭ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. Meaning that it should do the same thing that the earthly body of Christ did for the 33 and a half years when he was on earth. 33.5 വർഷം ഈ ലോകത്തിലുണ്ടായിരുന്നപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. Everything that Jesus did, the body of Christ must do. യേശു ക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും ഇന്ന് ചെയ്യേണ്ടതുണ്ട്. Acts 10:38 says, അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, Jesus was anointed with the Holy Spirit. യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ലഭിച്ചപ്പോൾ And he went around doing good. അവൻ നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. Delivered people who were oppressed by the devil. പിശാചിനാൽ പിടിക്കപ്പെട്ടവരെ അവൻ സ്വതന്ത്രനാക്കി. So that is our basic calling. നമ്മുടെ അടിസ്ഥാനപരമായ വിളി അതാണ്. Do good. നന്മ ചെയ്യുക. Deliver people who are oppressed by Satan. പിശാചിനാൽ പിടിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കുക. That is a very wide ministry. അത് വളരെ വിശാലമായ ഒരു ശുശ്രൂഷയാണ്. Jesus told us to go and make disciples of all nations. നാം സകല ജാതികളെ ശിഷ്യരാക്കുവാനായിട്ട് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞു. And so it's not enough just to bring them to Christ. അതുകൊണ്ട് അവരെ ക്രിസ്തുവിൽ ആക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ദൗത്യം. Matthew 28:19 and 20 says, make disciples and teach them to do every single thing that I have taught you. മത്തായി 28-ാം അധ്യായത്തിൽ ഞാൻ പഠിപ്പിച്ച സകലവും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കുവിൻ എന്ന് നാം വായിക്കുന്നു. Now unfortunately most of the Christian work in the world is only bringing people to just forgiveness of sins. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ലോകത്തിൽ കാണുന്ന ക്രിസ്തീയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആളുകളെ പാപക്ഷമയിലേക്ക് മാത്രം കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു പ്രവർത്തനമാണ്. They are not making them disciples and teaching them to do everything that Jesus taught. യേശുക്രിസ്തു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ചെയ്യുവാനും തദ്വാര അവരെ ശിഷ്യന്മാരാക്കുവാനും അവർ ശ്രദ്ധിക്കാറില്ല. So if I were to use an example, ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, supposing Jesus in his carpenter shop is employing many carpenters because there are many orders he gets. യേശുക്രിസ്തുവിന് തൻ്റെ മരപ്പണിശാലയിൽ അദ്ദേഹത്തിന് അനേകം ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഈ പണി ചെയ്യുകയാണ്. And he appoints many carpenters to work for him in Nazareth. അവിടെ നസ്രത്തിൽ തന്നോടൊപ്പം ജോലി ചെയ്യുവാനായിട്ട് പല ആശാരിമാരെയും അദ്ദേഹം നിയമിക്കുന്നു. And supposing the order is for 100 tables to be made. 100 മേശകൾ ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു ഓർഡർ ലഭിച്ചു എന്ന് ചിന്തിക്കുക. Say he's got 5 carpenters. അദ്ദേഹത്തിനോടൊപ്പം 5 ആശാരിമാരുണ്ട്. And 4 of them are only making the legs of the tables. അതിൽ 4 പേര് മേശയുടെ കാലുകൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. So they work and work and work and work and make these 400 legs for 100 tables. അങ്ങനെ ഈ 100 മേശയ്ക്ക് അവർ പണി ചെയ്തുകൊണ്ട് അങ്ങനെ 400 കാലുകൾ അവർ ഉണ്ടാക്കി. So these tables are required urgently. ഈ മേശ ഉടനെ തന്നെ കൊടുക്കേണ്ടതാണ്. What will the other carpenter do? ഈ മറ്റ് ആശാരിമാർ എന്താണ് ചെയ്യുക? No, there are 5 carpenters, 4 of them are making legs. ഈ 4 പേര് കാലുകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ മറ്റേ ആ ആശാരി എന്താണ് ചെയ്യുക? He will make a table top. അദ്ദേഹം ഈ മേശയുടെ മുകൾ ഭാഗം ഉണ്ടാക്കും. So that at least one table is ready. അങ്ങനെയെങ്കിൽ മുകൾ ഭാഗം ഉണ്ടാക്കിയാൽ ഒരു മേശയെങ്കിലും റെഡിയാകും. Then he make another table top, one more table will be ready. ഒരു മേശയുടെ മുകൾ ഭാഗം കൂടെ ഉണ്ടാക്കിയാൽ മറ്റൊരു മേശ കൂടെ റെഡിയാകും. But if he also joins the others making legs, then no table will be ready for a long, long time. പക്ഷേ മറ്റവരോടൊപ്പം ചേർന്ന് അദ്ദേഹവും മേശയുടെ കാലുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങിയാൽ തുടർന്നും പല നാളുകൾ എടുക്കും ഒരു മേശ തയ്യാറാകുവാൻ. That is how we see our calling. അങ്ങനെയാണ് നമ്മുടെ വിളിയെ നാം കാണുന്നത്. So many people have gone around India
bringing people to forgiveness of sins. ഇന്ത്യയിൽ പ്രവർത്തനങ്ങളിലൂടെ അനേകരെ ഈ പാപക്ഷമയിലേക്ക് അനേക ആളുകൾ നടത്തിയിട്ടുണ്ട്. We thank God for that. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Just like this one carpenter thanks all these people who have made all these legs, they're necessary. ഇങ്ങനെ മറ്റ് 4 പേരും ആവശ്യമുള്ള ഈ കാലുകളൊക്കെ ഉണ്ടാക്കിയതിനായിട്ട് മറ്റേ ആശാരി നന്ദി പറയുന്നത് പോലെ തന്നെ. So we're not against people who have done that. അങ്ങനെ ഈ കാലുകൾ ഉണ്ടാക്കിയ ആളുകളോട് നമുക്ക് എതിരില്ല. But it's an incomplete job. പക്ഷേ ആ ജോലി പൂർണ്ണമായിട്ടില്ല എന്നതാണ് So സത്യം. then we have to complete that job ആ ജോലി നമുക്ക് തീർക്കേണ്ടതുണ്ട്. and not go around doing more of the same thing. ആ കാര്യം തന്നെ വീണ്ടും നാമും കാലുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. So that is why we have emphasized making disciples. അതുകൊണ്ട് നാം ശിഷ്യത്വത്തിനാണ് ഊന്നൽ കൊടുക്കാറുള്ളത്. Now some people think that means we are against evangelism. അങ്ങനെ നാം ശിഷ്യത്വത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് നാം സുവിശേഷീകരണത്തിന് എതിരാണെന്നാണ്. If this one carpenter makes only tabletops, does it mean he's against making the legs of the tables? ഈ ഒരു ആശാരി അദ്ദേഹം മേശയുടെ മുകൾ ഭാഗം മാത്രമാണ് ഉണ്ടാക്കുന്നത് എങ്കിലും അദ്ദേഹം മേശയുടെ കാലുകൾ ഉണ്ടാക്കുന്നതിന് എതിരാണോ? Why doesn't he make some legs? അദ്ദേഹം എന്തുകൊണ്ടാണ് വീണ്ടും കാലുകൾ ഉണ്ടാക്കാത്തത്? Because there are so many legs already made lying around which are not completed tables. അവിടെ ഇതാ മറ്റ് 4 പേരും ചേർന്ന് അനേകം കാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മേശ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആവശ്യം മേശയുടെ മുകൾ ഭാഗം ഉണ്ടാക്കുകയാണ്. In today's work it is not just 4 out of 5 but 99 out of 100 who are doing only the legs. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ പ്രവർത്തനത്തിൽ ഈ പ്രകാരം കാലുകൾ ഉണ്ടാക്കുന്നത് 4 പേരല്ല, 100-ൽ 99 പേരും കാലുകളാണ് ഉണ്ടാക്കുന്നത്. That means they are only making people bringing them to forgiveness of sins. അതായത് അതിന്റെ അർത്ഥം ആളുകളെ പാപക്ഷമയിലേക്ക് മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. So we want to complete the job അതുകൊണ്ട് നമുക്ക് ഈ ജോലി പൂർണ്ണമാക്കണം. and not spend our time ignoring this vast ministry, ഈ വിശാലമായ പ്രവർത്തനത്തെ നാം തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. which is to bring people to discipleship and to teach them to obey everything that Jesus commanded. യേശുക്രിസ്തു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും അനുസരിക്കുവാൻ തക്കവണ്ണം ആളുകളെ പഠിപ്പിച്ച് അവരെ ശിഷ്യന്മാരാക്കുന്ന ഈ കാര്യത്തിന് നാം ഊന്നൽ കൊടുക്കുന്നു. But if we meet an unbeliever, we will definitely seek to evangelize him. പക്ഷേ നമുക്കൊരു അവിശ്വാസിയായ ഒരാളിനെയാണ് കാണുന്നതെങ്കിൽ അദ്ദേഹത്തോട് തീർച്ചയായും നാം സുവിശേഷം പങ്കുവയ്ക്കും. We have done that. അത് നാം ചെയ്തിട്ടുമുണ്ട്. We have planted churches where there was no church for 2000 years. 2000 വർഷങ്ങൾ സഭകളില്ലാതിരുന്ന സ്ഥലത്ത് നാം സഭ സ്ഥാപിച്ചിട്ടുണ്ട്. That is evangelism. അത് സുവിശേഷീകരണം തന്നെയാണ്. We only thing we don't boast about it, we don't talk about it. നാം അതിനെക്കുറിച്ച് പ്രശംസിക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാറില്ല എന്ന് മാത്രം. Many people do evangelism only among other Christian churches. മറ്റ് ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾക്കിടയിലാണ് മറ്റനേകരും സുവിശേഷ പ്രവർത്തനം നടത്താറുള്ളത്. We have sought to spread the gospel to all people. നാം എല്ലാ തരത്തിലുള്ള ആളുകളുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. And we don't want to advertise statistics and all because that can cause problems for many people. അനേകർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് നാം ഈ കണക്കുകളൊന്നും ആരോടും പറയാറോ ബോധിപ്പിക്കാറോ ഇല്ല. So many groups boasting about how many non-Christians they have brought to Christ and all that. എത്ര അവിശ്വാസികളെ ഞങ്ങൾ ദൈവഭാഗത്തേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പ്രശംസിക്കുന്ന ആളുകളുണ്ട്. Unnecessarily create problems for those people. ഇത് ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. We live before God and do our work before God. നാം ദൈവത്തിന് മുമ്പാകെയാണ് ജീവിക്കുന്നത്. നമ്മുടെ പ്രവർത്തനവും ദൈവത്തിന് മുമ്പാകെയാണ്. Everything we do is geared towards making people disciples and building them into the body of Christ. That is our calling. നാം ചെയ്യുന്നതെല്ലാം തന്നെ ആളുകളെ ശിഷ്യത്വത്തിലേക്ക് നയിച്ച് കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ പണിയിലേക്ക് നയിക്കത്തക്കവണ്ണമാണ് നാം പ്രവർത്തനം ചെയ്യുന്നത്. We fellowship with everybody, all believers. നമുക്ക് എല്ലാവരോടും കൂട്ടായ്മയുണ്ട്. But we can't work together with people who don't have the same calling. നമുക്ക് ഈ വിളി പങ്കുവയ്ക്കാത്ത ആളുകളുമായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. I personally have even an appreciation for what Mother Teresa has done. മദർ തെരേസ ചെയ്ത കാര്യങ്ങൾക്ക് പോലും എനിക്ക് വ്യക്തിപരമായി എൻ്റെ ഹൃദയത്തിൽ അഭിനന്ദനമുണ്ട്. In the name of Christ, picking up dying people from the streets. തെരുവിൽ നിന്ന് മരണാസന്നരായി കിടക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ കോരിയെടുത്ത ആ ശുശ്രൂഷ വിലപ്പെട്ടതാണ്. I think Jesus would have done it. യേശു ക്രിസ്തു അത് ചെയ്യുമായിരുന്നു. And she is manifesting one aspect of Christ there. ക്രിസ്തുവിന്റെ ഒരു സ്വഭാവ വിശേഷത്തെ അവിടെ മദർ തെരേസ തന്റെ പ്രവർത്തനത്തിലൂടെ വെളിക്കാട്ടുകയാണ്. That's not my calling. പക്ഷേ എൻ്റെ വിളി അതല്ല. And so I don't do that. അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യുന്നുമില്ല. That doesn't mean I'm against what she's doing. ഞാനത് ചെയ്യാത്തതുകൊണ്ട് ആ സഹോദരി ചെയ്യുന്നതിന് ഞാൻ എതിരാണ് എന്നല്ല എൻ്റെ അർത്ഥം. So some people think that anything you don't do, you're against it. ചിലർ വിചാരിക്കുന്നത് നാം ചെയ്യാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാം അതിന് എതിരാണ് എന്നാണ് ചിലർ തെറ്റിദ്ധരിക്കുന്നത്. No.
അങ്ങനെയല്ല. We support a lot of things, but we don't feel that is our specific calling. നാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും നാം അംഗീകരിക്കുന്നു, പക്ഷേ നമ്മുടെ പ്രത്യേക വിളി അതാണ് എന്ന് നാം ചിന്തിക്കുന്നില്ല. Our calling is to make disciples. നമ്മുടെ വിളി ശിഷ്യന്മാരെ ഉരുവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ വേരിയസ് മിനിസ്ട്രീസ് ദാറ്റ് വി നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ഇൻ എ ചർച്ച്? നമ്മുടെ സഭകളിൽ നാം ഊന്നൽ കൊടുക്കേണ്ട പ്രത്യേകതരം ശുശ്രൂഷകൾ ഏതൊക്കെയാണ്? That depends on the gift God has given to each person. ഓരോ വ്യക്തിക്കും ദൈവം കൊടുത്തിട്ടുള്ള വരം അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. I cannot be an evangelist if God doesn't given me that gift. എനിക്ക് ദൈവം സുവിശേഷകന്റെ വരം തന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു സുവിശേഷകനാകുവാനായിട്ട് കഴിയുകയില്ല. I can be a witness for Christ like everybody else. മറ്റേ ആരെയും പോലെ എനിക്കും ഒരു കർത്താവിന്റെ സാക്ഷിയായിരിക്കുവാനായിട്ട് That കഴിയും. everybody must be. അത് എല്ലാവരും അപ്രകാരം തന്നെയാകണം. But my calling is not as an evangelist. പക്ഷേ ഒരു സുവിശേഷകൻ ആ വിളിയല്ല എനിക്കുള്ളത്. We have brothers in our church who are evangelists. നമ്മുടെ സഭകളിൽ തന്നെ സുവിശേഷകന്മാരായിരിക്കുന്ന സഹോദരന്മാരുണ്ട്. They do that. അവരത് ചെയ്യാറുണ്ട്. And then I do the rest of the job. അതിനെ തുടർന്ന് ബാക്കിയുള്ള പണി ഞാൻ ചെയ്യുന്നു. So, to use an illustration, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, evangelism is to make someone who is not a part of the body of Christ the part of the body of Christ. ശരീരത്തിന്റെ ഭാഗമല്ലാത്ത ഒരാളെ Body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലാത്ത ഒരാളിനെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർക്കുന്ന ആ പ്രവർത്തനമാണ് സുവിശേഷീകരണം. So here's an example. ഇവിടെ ഇതാ ഉദാഹരണം. Here is one potato on this table. ഇവിടെ ഇതാ ഈ മേശപ്പുറത്ത് ഒരു ഉരുളക്കിഴങ്ങുണ്ട്. A curry. Now I have to make, that is a picture of an unbeliever. ഇവിടെ ഇതാ ഉരുളക്കിഴങ്ങുള്ള ഒരു കറിയുണ്ട്. അവിടെ നിന്ന് അതൊരു അവിശ്വാസിയുടെ ചിത്രമാണ്. I have to make that a part of this body, which is a picture of the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ചിത്രമായ എൻ്റെ ശരീരത്തേക്ക് ഈ ഉരുളക്കിഴങ്ങ് എൻ്റെ ശരീരത്തിന്റെ ഭാഗമായി തീരണം. How can this potato become blood, flesh and bones of my body? ഈ ഉരുളക്കിഴങ്ങ് എൻ്റെ ശരീരത്തിന്റെ മാംസവും രക്തവുമായിട്ട് എല്ലുമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? I can't do it. അത് എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. God can do it. ദൈവത്തിനാണ് അത് ചെയ്യുവാൻ കഴിയുക. But God uses me. പക്ഷേ ദൈവം എന്നെ അതിനായിട്ട് ഉപയോഗിക്കുന്നു. So first my hand goes out and reaches and takes that potato. ആദ്യം എൻ്റെ കൈ നീണ്ടു ചെന്ന് ആ ഉരുളക്കിഴങ്ങ് പാത്രത്തിൽ നിന്ന് എടുക്കുന്നു. Puts it into the mouth. അത് എൻ്റെ വായിലേക്ക് ഇടുന്നു. This is the ministry of evangelism. ഇത് സുവിശേഷീകരണത്തിന്റെ പ്രവർത്തനം ഇതാണ്. You take that unbeliever and put him inside. ഈ അവിശ്വാസിയെ നിങ്ങൾ എടുത്ത് നിങ്ങളുടെ വായിലേക്ക് ഇടുന്നു. But the potato has still not become a part of my body. പക്ഷേ ഇതുവരെയും ആ ഉരുളക്കിഴങ്ങ് എൻ്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നിട്ടില്ല. Then another ministry takes over. The hand has finished its job. അപ്പോൾ കൈ ആ ജോലി പൂർത്തിയാക്കി. അപ്പോൾ അതിനുശേഷം മറ്റൊരു അവയവം അതിന്റെ The teeth have to start their job. അപ്പോൾ ഉടനെ പല്ലിന്റെ ജോലി തുടങ്ങേണ്ടിയിരിക്കുന്നു. Choose that and then the throat has to swallow it. പല്ല് അത് ചവയ്ക്കുവാൻ തുടങ്ങുന്നു. അതിനെ തുടർന്ന് എൻ്റെ തൊണ്ട അത് ഇറക്കുന്നു. Still not a part of my body. അപ്പോഴും എൻ്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നിട്ടില്ല. Then it goes to the stomach. എൻ്റെ വയറ്റിനകത്തേക്ക് ചെല്ലുന്നു. And all types of acids and all are poured on it. വയറ്റിനകത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള ആസിഡുകളും അതിന്റെ മേൽ വന്ന് വീഴുന്നു. That is like a prophetic ministry അതൊരു in the church. സഭയിലെ ഒരു പ്രവചന ശുശ്രൂഷ പോലെയാണ്. And then so many other things happen inside the body. ശരീരത്തിനകത്ത് മറ്റു പല കാര്യങ്ങളും സംഭവിക്കുന്നു. And after some weeks, ചില ആഴ്ചകൾക്ക് ശേഷം that potato has disappeared. It has become blood, flesh and bones in my body. ആ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ആ ഉരുളക്കിഴങ്ങ് ഇപ്പോൾ എൻ്റെ ശരീരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. രക്തവും മാംസവുമായി തീർന്നിരിക്കുന്നു. This hand ministry of evangelism was not the only ministry required there. അവിടെ ഈ കൈയുടെ ആ പ്രവർത്തനം, ഉരുളക്കിഴങ്ങ് എടുക്കുന്ന ആ സുവിശേഷീകരണ പ്രവർത്തനം മാത്രമായിരുന്നില്ല ആവശ്യമായിരുന്നത്. And the stomach can never do what the hand does to reach out and take that. ഈ കൈ ചെയ്ത കാര്യം അത് വയറിന് തനിയെ ചെയ്യാനും കഴിയുകയില്ല. And the hand cannot do what the stomach does. ഈ വയറ് ചെയ്യുന്ന കാര്യം അത് കൈക്ക് ചെയ്യുവാനും കഴിയുകയില്ല. So God gives different ministries to different people in the body. അതുകൊണ്ട് ശരീരത്തിൽ വ്യത്യസ്തരായ ആളുകൾക്ക് പലതരത്തിലുള്ള ശുശ്രൂഷ ദൈവം നൽകുന്നു. So we must know what is the gift God has given us. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വരം ഏതാണ് എന്ന് നാം തിരിച്ചറിയണം. We work together with other people in the church. നാം സഭയിൽ മറ്റാളുകളോട് ചേർന്ന് നാം പ്രവർത്തിക്കുന്നു. But no church has got all the ministries. ഒരു സഭയ്ക്കും എല്ലാ ശുശ്രൂഷകളും ഇല്ല. Some are called to emphasize one more than the other. ചിലർ ഒരു കാര്യത്തിന് മറ്റേ കാര്യങ്ങളെക്കാട്ടിലും കൂടുതൽ ഊന്നൽ And then കൊടുക്കുവാനാണ് God വിളിക്കപ്പെട്ടിട്ടുള്ളത്. balances it by another church emphasizing another aspect of it.
മറ്റൊരു സഭ മറ്റൊരു കാര്യത്തിന് ഊന്നൽ നൽകുന്നു. അങ്ങനെ യൂണിവേഴ്സൽ ആയിട്ടുള്ള സഭയെ ദൈവം So സന്തുലിതാവസ്ഥയിൽ each person സൂക്ഷിക്കുന്നു. must see what God has, ministry, gift God has given them. ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന വരം എന്താണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: Is there anything that we need to take care of while associating with other churches' ministries? മറ്റ് സഭകൾ, മറ്റ് ശുശ്രൂഷകൾ ഇതുമായിട്ട് നമ്മൾ ചേർന്ന് ചെയ്യുമ്പോൾ നാം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? We must not compromise the principles of Jesus Christ in any ministry. ഒരു മിനിസ്ട്രിയിലും ഒരു ശുശ്രൂഷയിലും യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങളെ അതിനോട് നാം ഒത്തുതീർപ്പ് മനോഭാവം കാണിക്കരുത്. There are some people who say the end justifies the means. That means you can use any means so long as you reach the correct end. ചില ആളുകൾ പറയാറുണ്ട്, നാം ഏത് രീതിയിൽ ചെയ്താലും നമ്മുടെ ലക്ഷ്യം അത് ശരിയായാൽ മതി. That means it doesn't matter what means you use, so long as you convert people, it's enough. എന്ത് തരം കാര്യങ്ങൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം ശരിയായാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. Now if that is correct, അത് ശരിയാണെങ്കിൽ then we can give money to people and convert them. അങ്ങനെയാണെങ്കിൽ അവർക്ക് പണം കൊടുത്ത് അവരെ വിശ്വാസികളാക്കാമല്ലോ. Or we can tell lies and convert them. അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് അവരെ നമുക്ക് വിശ്വാസികളാക്കാമല്ലോ. That is not correct. അത് ശരിയല്ല. All the means we must use must be Christ-like. നാം ഈ സുവിശേഷീകരണത്തിന് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങളും അത് ക്രിസ്തു പറഞ്ഞ മാർഗങ്ങളായിരിക്കണം. So we must see the Bible and see how Jesus did it and follow that. നാം വേദപുസ്തകത്തിലേക്ക് നോക്കി യേശുക്രിസ്തു എപ്രകാരം ചെയ്തു ആ കാര്യമാണ് നാം പിൻപറ്റേണ്ടത്. For example, ഉദാഹരണമായി, a lot of money is used in God's work. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒത്തിരി പണം ഉപയോഗിക്കാറുണ്ട്. It's not enough only to be faithful with the money given. നമുക്ക് ഈ ലഭിച്ചിട്ടുള്ള പണത്തിൽ നാം വിശ്വസ്തനായിരിക്കുക മാത്രം പോരാ. It's not enough to say I'm faithful, I don't take any money unrighteously. ഇവിടെ ലഭിച്ചിട്ടുള്ള പണത്തിൽ ഞാൻ വിശ്വസ്തനാണ്, ഞാൻ അതിൽ നിന്നൊന്നും അവിശ്വസ്തനായിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. It's also important to say how did you raise that money to do God's work? എന്നാൽ നിങ്ങൾ ഈ ദൈവപ്രവർത്തനത്തിനായിട്ട് എങ്ങനെയാണ് ഈ പണം സ്വരൂപിച്ചത് എന്നുള്ളതും കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്. Is it the same way Jesus did it? യേശുക്രിസ്തു ചെയ്തതുപോലെയാണോ നിങ്ങൾ പണം സ്വരൂപിച്ചത്? You read in Luke 8 verse 2 and 3. ലൂക്കോസ് 8 അധ്യായം 2-3 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, Jesus received money from different people who gave him. തനിക്ക് കൊടുത്ത വ്യത്യസ്തരായ ആളുകളിൽ നിന്നും യേശു പണം സ്വീകരിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. He certainly needed money because there were 13 people there, some of them who had families he had to support. അവിടെ അവനോടൊപ്പം ചിലർക്ക് കുടുംബങ്ങളുമുള്ള 13 പേരോളം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. So including him. അതെ, യേശുവിൻ കൂടെ 13 പേര്, 12 disciples. 12 ശിഷ്യന്മാരും യേശു. And he had to support some of their families. അവരുടെ ചില കുടുംബങ്ങളെ കൂടെ അവർ ഉത്തരവാദിത്വം എടുക്കണമായിരുന്നു. He never sent a report about his work to get money. പക്ഷേ പണം ലഭിക്കുവാനായിട്ട് തന്റെ പ്രവർത്തനത്തിന്റെ ഒരു റിപ്പോർട്ട് ആർക്കും അയച്ചു കൊടുത്തില്ല. The apostles also never sent any report of their work to get money. അപ്പോസ്തലന്മാരും അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു റിപ്പോർട്ട് എങ്ങോട്ടും അയച്ചു കൊടുത്തില്ല പണത്തിന് വേണ്ടി. So where did this idea come up in Christian work of sending reports to get money? ഈ ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് റിപ്പോർട്ട് അയച്ച് പണം സ്വരൂപിക്കുന്ന ഈ മെത്തേഡ് എവിടെ നിന്നാണ് ഉണ്ടായത്? That is from the political world. They go around canvassing to get money for the political party. ഇത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ലഭിച്ചതാണ്. അവരാണ് മറ്റുള്ള ഇടങ്ങളിലേക്ക് പോയി പണം ഈ പ്രകാരം വാങ്ങുന്നത്. Just like David put the ark on a bullock cart and God judged them. ദാവീദ് ആർക്കിനെ കാളവണ്ടിയിൽ ഇടുകയും അതിനെ തുടർന്ന് ദൈവം അവനെ ന്യായവിധിക്കുകയും ചെയ്ത പോലെ Today people are also imitating the world. ഇന്ന് ആളുകളും ലോകത്തെ അനുകരിക്കുകയാണ്. And adopting these methods of political parties. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആ മെത്തേഡ്സ് ഒക്കെ അവർ അനുകരിക്കുക. They say provided our ultimate goal is to convert, it doesn't matter how we raise the money. നമുക്ക് ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. പണം എങ്ങനെ സ്വരൂപിക്കുന്നതും കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. The end justifies the means. അതിന്റെ അർത്ഥം നാം എന്താണോ നാം ലക്ഷ്യമാക്കുന്നത് അത് ശരിയായാൽ മതി, ഏത് മാർഗവും അതിന് ഉപയോഗിക്കാം എന്നാണ് അവർ പറയുന്നത്. Once you adopt that method, you can do every worldly thing. ആ ഒരു പ്രമാണം നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ലോകപ്രകാരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ നിങ്ങൾ അംഗീകരിക്കും. There was one group where they taught the girls to give their bodies to men to bring those men to Christ. ചില പ്രത്യേക കൂട്ടങ്ങളിൽ ചില ചെറുപ്പക്കാരികളെ നിങ്ങളുടെ ശരീരം നിങ്ങൾ ആളുകൾക്ക് കൊടുത്തും അവരെ ക്രിസ്തുവിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ കൂട്ടങ്ങൾ വരെയുണ്ട്. Can you imagine such an evil thing? അങ്ങനെയുള്ള ദുഷിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുമോ? So we always have to ask ourselves, do you believe the end justifies the means? അതുകൊണ്ട് നാം എപ്പോഴും നമ്മോട് തന്നെ ചോദിക്കണം, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മാർഗത്തെ സാധൂകരിക്കുന്നുണ്ടോ?
So, no, it's not only enough the end is right, the means must also be right. നിങ്ങളുടെ ലക്ഷ്യം ശരിയായിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ആ മാർഗം, നിങ്ങൾ അതിനുവേണ്ടി അവലംബിക്കുന്ന മാർഗം അത് ശരിയായിരിക്കണം. The means must be Christ-like. നിങ്ങൾ ഉപയോഗിക്കുന്ന ആ മാർഗം അത് ക്രിസ്തു പറഞ്ഞതുപോലെ ആയിരിക്കണം. Jesus and the apostles did not do, you must not do. യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും ചെയ്യാതിരുന്ന കാര്യങ്ങൾ അത് നിങ്ങളും ചെയ്യരുത്. So that is very important, we must bear in mind. That's why we cannot work with certain churches. അത് നാം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ചില സഭകളുമായിട്ട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്തത്. For example, they have big crusades for evangelism in different cities. പല പട്ടണങ്ങളിലും വലിയ സുവിശേഷീകരണ കൺവെൻഷനുകൾ നടക്കാറുണ്ട്. And I never joined them because they go collecting money from the unbelievers before the meeting. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അവിശ്വാസികളായി അവിടെ ഇരിക്കുന്ന ആളുകളോട് പോലും അവിടെ പോയി സ്തോത്രകാഴ്ചയായിട്ട് പണം പിരിക്കാറുണ്ട്. Bible says you must never take money from unbelievers for God's work. അവിശ്വാസികളിൽ നിന്ന് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പണം സ്വീകരിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. Because of all these worldly methods that 99% of Christians use, I cannot work with any of them. ഈ ക്രിസ്തീയ 99% ക്രിസ്തീയ പ്രവർത്തനങ്ങളും അവിടെ ദൈവത്തിന്റെ വചനത്തിൽ കാണാത്ത രീതിയിലുള്ള അക്രൈസ്തവമായ മാർഗങ്ങൾ അവർ അവലംബിക്കുന്നതുകൊണ്ട് എനിക്ക് അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. Means that Jesus and the apostles would never use. യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും അവരെ പിൻപറ്റാത്ത മാർഗങ്ങൾ ഉപയോഗിക്കുന്നവരോട് ചേർന്ന് എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. So that is where we have to be careful. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. It's better to do less work in a Christ-like way than to do a lot of work in an un-Christ-like way. ക്രിസ്തു ആഗ്രഹിക്കുന്ന വണ്ണം കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലും നല്ലത്. That means we must do our work exactly like Jesus and the apostles did it. അതുകൊണ്ട് അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവും ശിഷ്യന്മാരും ചെയ്തതുപോലെ തന്നെ ആണ് നാം പ്രവർത്തിക്കേണ്ടത്. And we work with all churches that are willing to follow that principle. ഈ പ്രമാണങ്ങൾ പിൻപറ്റുവാൻ സഭകളുമായിട്ട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. And we will not change that just for the sake of the expansion of the work. നമ്മുടെ പ്രവർത്തനം അത് കുറച്ചുകൂടെ വിശാലമാക്കണം എന്നുള്ളതുകൊണ്ട് നമ്മുടെ പ്രമാണങ്ങൾക്ക് നാം അയവ് വരുത്തുകയില്ല. Could you share briefly about church leadership? സഭയുടെ നേതൃത്വത്തെക്കുറിച്ച് ചുരുക്കമായിട്ട് സംസാരിക്കാം. Yeah, every leader must be able to say, like Paul, follow me as I follow Christ. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പൗലോസ് പറഞ്ഞതുപോലെ എല്ലാ നേതാക്കന്മാർക്കും പറയുവാൻ കഴിയും. In other words, his life must be an example. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം. His attitude to money must be example. അദ്ദേഹത്തിന്റെ പണത്തോടുള്ള മനോഭാവം ഒരു മാതൃകയായിരിക്കണം. His family, the way he's brought up his children must be an example. തന്റെ കുഞ്ഞുങ്ങളെ അദ്ദേഹം വളർത്തിക്കൊണ്ട് വന്നത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം. And his co-workers, with whom his closest co-workers, must also be an example. അദ്ദേഹത്തോടൊപ്പം വേല ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടെയുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഒരു മാതൃകയുള്ളവരായിരിക്കണം. Then he can be a leader. അങ്ങനെയെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു നേതാവായിട്ടിരിക്കുവാൻ കഴിയുക. So, but if his life is not an example and his family is not an example, he must go and do something else. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ കുടുംബവും മറ്റുള്ളവർക്ക് ഒരു മാതൃകയല്ല എങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പോയി ചെയ്യാമല്ലോ. But then you say, then there'll be hardly anybody left to do Christian work. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, അങ്ങനെയെങ്കിൽ മറ്റ് ഈ ക്രിസ്തീയ പ്രവർത്തനം ചെയ്യുവാനായിട്ട് വേറെ ആരും ഉണ്ടാവുകയില്ലല്ലോ. Yeah, well, that's enough. There'll be good quality leadership then. അത് സാരമില്ല, ഇപ്രകാരമുള്ള ആളുകൾ മതി. അങ്ങനെയെങ്കിൽ മാത്രമേ നല്ല തരമുള്ള നേതാക്കന്മാർ ദൈവസഭയിൽ ഉണ്ടാവുകയുള്ളൂ. Jesus did his whole work with 11 people. യേശുക്രിസ്തുവിന്റെ മുഴുവൻ പ്രവർത്തനവും 11 പേരെ കൊണ്ടാണ് യേശുക്രിസ്തു ചെയ്തത്. But they were quality people. പക്ഷേ അവർ വളരെ മൂല്യമുള്ള തരമുള്ള ആളുകളായിരുന്നു. And that is a great tragedy today. ഇന്നത്തെ ക്രിസ്തീയ സഭയിലുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യം ഇതാണ്. Got hundreds of people who don't have that quality of life. ഈ ജീവിത മൂല്യങ്ങളോ ആ തരമോ ഇല്ലാത്ത നൂറുകണക്കിന് ആളുകൾ ക്രിസ്തീയ പ്രവർത്തനം ചെയ്യുന്നു. So a leader's life must back up what he preaches. ഒരു നേതാവ് പറയുന്ന കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തണം. And his family and the church he has built must back up what he preaches. തന്റെ കുടുംബവും താൻ കെട്ടിപ്പടുത്ത തന്റെ കുടുംബവും തന്റെ സഭയും താൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾക്ക് പിന്തുണ കൊടുക്കുമാറ് അതിന്റെ പുറകിലുണ്ടാകണം. He must not be like a politician trying to canvass votes to support him in any local church. തനിക്ക് പിന്തുണയ്ക്കായിട്ട് മറ്റുള്ളവരോട് ക്യാൻവാസ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ പോലെ മറ്റുള്ളവരുടെ ഈ തരത്തിലുള്ള സപ്പോർട്ട് തേടുന്ന ഒരാളായിരിക്കരുത് ഈ നേതാവ്. I've seen elders like that who go around just trying to get people to support them.
തങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പോയി വോട്ട് ചോദിക്കുന്നത് പോലെ പോകുന്ന മൂപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. Such people are politicians. They should go to politics and not be leaders in churches. അങ്ങനെയുള്ളവർ അവർ രാഷ്ട്രീയക്കാരാണ്. അവർ രാഷ്ട്രീയത്തിലാണ് പോകേണ്ടത്. അവർ സഭയിൽ നേതാക്കന്മാരായിരിക്കുവാൻ കഴിയുകയില്ല. ഒരു ചോദ്യം കൂടെ ബ്രദറിനോട്, ഹൗ ക്യാൻ വി ബി ഫെയ്ത്ത്ഫുൾ ഇൻ ഹാൻഡ്ലിംഗ് ചർച്ച് ഫണ്ട്സ്? സഭയുടെ പണം, സഭയിലെ അതെങ്ങനെയാണ് നമുക്ക് വിശ്വസ്തമായിട്ട് ഉപയോഗിക്കുവാനായിട്ട്? We must be careful that money given for the church, we must not touch one paisa of that ourselves. സഭയ്ക്ക് നൽകിയിട്ടുള്ള ലഭിച്ച പണത്തിൽ നിന്നും ഒരു പൈസ പോലും നാം തുടരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. If somebody gives you a gift, you can take it. നിങ്ങൾക്ക് ആരെങ്കിലും വ്യക്തിപരമായി ഒരു ഗിഫ്റ്റ് തരികയാണെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. You may even give a birthday gift to a rich man. He can take it. നിങ്ങൾ ഒരു പക്ഷേ ഒരു ധനവാനായ ഒരു വ്യക്തിക്ക് പോലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തെന്ന് വരാം, അദ്ദേഹത്തിന് അത് സ്വീകരിക്കുന്നതിൽ He's not a Christian worker, he's just an ordinary brother. അദ്ദേഹം ഒരു സാധാരണ സഹോദരനായിരിക്കാം. Not a Christian worker. അദ്ദേഹം ഒരു ക്രിസ്തീയ പ്രവർത്തനം അല്ലാത്ത ഒരു സാധാരണ സഹോദരന് പോലും അത് സ്വീകരിക്കാം. So, but money given for God's work, like in an offering box, that must go for God's work and not for any individual. പക്ഷേ ദൈവ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള പണം, അത് സഭയിൽ ഈ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള പണം അത് പ്രവർത്തനത്തിന് വേണ്ടി തന്നെ പോകണം, അത് ഒരു വ്യക്തിക്ക് പോകരുത്. So that is what we believe. അതാണ് നാം വിശ്വസിക്കുന്നത്. That's what we practice. അതാണ് നാം പ്രായോഗികമായി കൊണ്ടുവന്നിട്ടുള്ളത്. Church money must never be handled only by one person, at least by two people. സഭയുടെ പണം ഒരാൾ മാത്രമായിട്ട് കൈകാര്യം ചെയ്യരുത്, രണ്ടു പേരെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. That is for a good testimony. അത് മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു നല്ല സാക്ഷ്യത്തിന് വേണ്ടി നാം അങ്ങനെയാണ് ചെയ്യേണ്ടത്. And that accounts must be kept perfectly. ആ സഭയുടെ കണക്കുകൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ അത് സൂക്ഷിക്കേണ്ടതാണ്. There are laws in the country concerning auditing and all. We must follow those laws. ഈ രാജ്യത്ത് ഓഡിറ്റിങ്ങിലും മറ്റും സംബന്ധിച്ച പല നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളൊക്കെ നാം പാലിക്കണം. ചില ചോദ്യങ്ങൾ കൂടെയുണ്ട്, അത് സഹോദരിമാരെ സംബന്ധിച്ച ചോദ്യങ്ങളും കൂടെയാണ്. അപ്പോൾ അത് സഹോദരനും സഹോദരിയും ചേർന്ന് അതിന് ഉത്തരം പറയുവാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വാട്ട് ഡു യു തിങ്ക് ആർ വേരിയസ് റോൾസ് ഓഫ് വിമൻ ഇൻ ദ ചർച്ച്? സഭയിൽ സ്ത്രീകളുടെ വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? See, in most places 50% of the people are women. Churches. സഭകളിൽ മിക്കയിടങ്ങളിലും 50% എങ്കിലും ആളുകൾ സഹോദരിമാരാണ്. And in most countries 50% of the human beings are women. മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും 50% ആളുകൾ സ്ത്രീകളാണ്. And in countries like India, only women are able to reach women in a better way. ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് സ്ത്രീകളെ പോയി കണ്ടുമുട്ടി അവരോട് സുവിശേഷം പറയുവാനായിട്ട് സ്ത്രീകൾക്കാണ് കഴിയുക. So women can be great personal evangelists. അതുകൊണ്ട് വളരെ നല്ലവണ്ണം വ്യക്തിപരമായ സുവിശേഷം ചെയ്യുവാനായിട്ട് സ്ത്രീകൾക്ക് സാധിക്കും. They meet so many women and neighbors and all that, and they can evangelize them. പല സഹോദരിമാരെയും സ്ത്രീകളെയും അവരുടെ അയൽവക്കത്തും മറ്റു പലയിടങ്ങളിലും അവർക്ക് കാണാൻ കഴിയും, അവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ഒക്കും. The only thing forbidden to women in 1 Timothy 2 is leadership in the church and a teaching ministry. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം സഭയിൽ തടഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങൾ മാത്രമാണ്. 1 സഭയിലെ നേതൃത്വം, 2 സഭയിൽ പഠിപ്പിക്കുന്നത്. Other than that, they can evangelize. അതൊഴിച്ച് they can share the word. അവർക്ക് സുവിശേഷം അറിയിക്കുവാനൊക്കും, അവർക്ക് ദൈവവചനം sharing whatever in a small way, not like a teacher. മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് പോലെയല്ല, അവർക്ക് ദൈവവചനത്തിൽ നിന്നും അവർക്ക് ലഭിച്ച കാര്യങ്ങൾ testimony as to what God has spoken to them from his word. ദൈവവചനത്തിൽ നിന്നും അവരോട് ദൈവം വ്യക്തിപരമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒരു പഠിപ്പിക്കുന്ന രീതിയിൽ അല്ലാതെ പങ്കുവയ്ക്കുവാനായിട്ട് കഴിയും. And then of course they can have a great ministry as mothers and Sunday school teachers for the children. അത് മാത്രമല്ല, അമ്മമാരും സൺഡേ സ്കൂൾ അധ്യാപികമാരും ഒക്കെ ആയിട്ട് അവർക്ക് പല രീതിയിൽ സഭയിൽ സേവനം ചെയ്യുവാനായിട്ട് കഴിയും. As women, we can show by our lives more than by our words. നമ്മുടെ വാക്കുകളിലും അധികമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ സഹോദരിമാരെന്ന നിലയിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃക കാണിക്കുവാനായിട്ട് കഴിയും. There are so many books written about how women can do this and women can teach, and a lot of psychology books are there. പലതരത്തിലുള്ള സ്ത്രീകൾക്ക് എങ്ങനെയാണ് സംസാരിക്കുവാൻ കഴിയുക, സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുവാനൊക്കുക എന്നൊക്കെ തരത്തിലുള്ള പല സൈക്കോളജി ബുക്കുകളും ഇന്ന് ലഭ്യമാണ്. And there's a lot of movement towards freedom for women. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന
നിലയിൽ പലതരത്തിലുള്ള മുന്നേറ്റങ്ങളും ഈ കാലഘട്ടത്തിൽ സജീവമാണ്. Women get jobs which even men can do. They get the same kind of jobs. ഇന്ന് പുരുഷന്മാർക്ക് ഉള്ള എല്ലാത്തരം ജോലികളിലും സ്ത്രീകൾ ഇന്ന് അവർ അത് ചെയ്യുന്നവരാണ്. And so there are a lot of worldly ideas for women now. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ത്രീകൾക്ക് ഇപ്രകാരം ലോകപരമായ ചിന്താഗതികൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. And that's good for us as women to come back to what the scripture teaches for the role of a woman. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവവചനം സ്ത്രീകളുടെ റോളിനെ കുറിച്ച് എന്ത് പറയുന്നു അതിലേക്ക് നാം തിരിച്ചു വരേണ്ടത് വളരെ ആവശ്യമാണ്. God made us below our husbands. We should remember that. നമ്മുടെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. First is Christ, then the husband, then the wife. ആദ്യം ക്രിസ്തു, അതിനെ തുടർന്ന് ഭർത്താവ്, അതിനുശേഷം ഭാര്യ. Even if our husband is not converted, we should realize what is the place God has put us in. നമ്മുടെ ഭർത്താവ് രക്ഷിക്കപ്പെടാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മെ ഭർത്താവിന് കീഴെയാണ് ദൈവം വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നാം ഓർക്കണം. So we can have that wrong idea that we have to correct our husband and show them what is God's word as a teacher. ഒരു പഠിപ്പിക്കുന്ന ആളിനെ പോലെ ഭർത്താവിൻ്റെ അടുത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യം ശരിയല്ല എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുവാനായിട്ടുള്ള ഒരു തെറ്റായ ശ്രമം ഈ സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. We should remember that in God's word, in 1 Peter and in Titus, there are many verses for us for women as women. ഒന്ന് പത്രോസിലും തീത്തോസിലും സഹോദരിമാരെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് പല വാക്യങ്ങളുമുണ്ട്, നമുക്കതറിയാം. And the Lord says that by our respectful behavior and our pure life, our husbands can be won. നമ്മുടെ ബഹുമാനപരസ്പരമുള്ള നമ്മുടെ പെരുമാറ്റത്തിലൂടെയും നമ്മുടെ വിശുദ്ധമായ ജീവിതത്തിലൂടെയുമാണ് നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ നേടുവാനായിട്ട് കഴിയുക. That's why I said that more than our words, our life can speak. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വാക്കുകളെക്കാട്ടിലുപരി നമ്മുടെ ജീവിതമാണ് സംസാരിക്കേണ്ടത്. If we are respectful, then our children will learn to be respectful too. നാം നമ്മുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ബഹുമാനം അവരും അഭ്യസിക്കും. And by our lives, many people will be drawn to the Lord. നമ്മുടെ ജീവിതത്തിലൂടെ പലരും കർത്താവിലേക്ക് അടുക്കുവാനിടയാകും. The order of Christ, husband, wife, in that one below the other is found in 1 Corinthians 11 verse 3. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ് ക്രിസ്തു, അതിനുശേഷം ഭർത്താവ്, അതിനുശേഷം ഭാര്യ എന്നുള്ള ആ ക്രമം നാം കാണുന്നു. Christ is the head of the man, man is the head of the woman. ക്രിസ്തു മനുഷ്യന്റെ തലയാണ്, സ്ത്രീയുടെ തല പുരുഷനാണ്. And there is almost every job that a woman does, a man can do better. സ്ത്രീ ചെയ്യുന്ന എല്ലാ ജോലികളും അത് പുരുഷന് അതിലും മെച്ചമായിട്ട് ചെയ്യുവാനായിട്ട് കഴിയും. Even cooking, the best cooks in the world are men. കുക്കിംഗ് പോലും ഈ ലോകത്തിലെ ഏറ്റവും നല്ല പാചകക്കാര് പുരുഷന്മാരാണ്. You go to these 5-star hotels, it's not women but men who are doing all the first class cooking. ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലൊക്കെ പോയാൽ അവിടെ ഏറ്റവും നല്ല രീതിയിൽ പാചകം ചെയ്യുന്നത് പുരുഷന്മാരാണ്. But there's one job that men are hopeless at, and that is to bear children. എന്നാൽ പുരുഷന്മാർക്ക് ഒട്ടും ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്, അത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക എന്നുള്ളതാണ്. That God has given entirely to women. അത് സ്ത്രീകൾക്ക് മാത്രമാണ് ദൈവം നൽകിയിട്ടുള്ളത്. And when the children grow up, a woman knows immediately, mother knows immediately what the child is crying for. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത് എന്നുള്ള കാര്യം ഉടനെ തന്നെ അമ്മയ്ക്ക് മനസ്സിലാവും. So that is a tremendous ministry to bring up children. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. I remember, brother saying, I asked him what his wife is doing. ഞാനൊരു സഹോദരനോട് ചോദിച്ചു, താങ്കളുടെ ഭാര്യ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. He said she's making disciples of all the children in my house. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ എൻ്റെ ഭവനത്തിലുള്ള സകല കുഞ്ഞുങ്ങളെയും ശിഷ്യന്മാരാക്കുകയാണ്. What a fantastic ministry that is. അതെന്തൊരു അത്ഭുതകരമായ ശുശ്രൂഷയാണ്. So it's a very important ministry. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. Timothy became an apostle because his mother trained him like that. തിമോത്തി ഒരു അപ്പോസ്തലനായത് തൻ്റെ മാതാവ് അവനെ അപ്രകാരം അഭ്യസിപ്പിച്ചതുകൊണ്ടാണ്. മറ്റൊരു ചോദ്യം, ഇത് സഹോദരി ആനിയോടാണ്. Could you give a few words of advice to mothers with young children? കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് എന്തെങ്കിലും ചില ആലോചനകൾ സഹോദരിക്ക് പറയുവാനുണ്ടോ? I can give from my testimony when my children were small. എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്ന സമയത്തുള്ള എൻ്റെ സാക്ഷ്യം ഞാൻ പങ്കുവയ്ക്കട്ടെ.
First of all, I decided I'll stop working outside the home. I gave up my job. ഞാൻ ഏറ്റവും ആദ്യം തീരുമാനിച്ച ഒരു കാര്യം, ഞാൻ എൻ്റെ വീടിന് പുറത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഞാൻ ഉപേക്ഷിച്ച് എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുവാനായിട്ട് തീരുമാനിച്ചു. And I realized that there was more than there's such a lot to be done at home that I couldn't take up a job outside. എനിക്ക് ഭവനത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തൊരു ജോലി എടുക്കുവാനുള്ള സാധ്യതയില്ലായിരുന്നു. That meant that I had to be frugal in my life. അപ്പോൾ അങ്ങനെ എനിക്ക് പുറത്തൊരു ജോലി ഇല്ലാതിരുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ വളരെ പണമൊക്കെ വളരെ പിടിച്ച് ചിലവഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. And that was good because now I see my children also have learnt not to waste money, even if they have got good jobs, not to waste money unnecessarily. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ അവരെ വളർന്നു കഴിഞ്ഞപ്പോൾ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്ന കാര്യത്തിൽ അവരും ശ്രദ്ധാലുക്കളാണ്. Whenever I could, I would talk to my children about godly things and godly principles. ഞാൻ എനിക്ക് കഴിയുമ്പോഴൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളോട് ദൈവികമായ പ്രമാണങ്ങളെക്കുറിച്ചും ആ ദൈവിക കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു. I found that I could not spend so much time sitting and talking with other sisters because I had to cook food for my children and get the home ready for my children. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭവനം ഒരുക്കുകയും കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യേണ്ട പല ഉത്തരവാദിത്തങ്ങളും എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റു പല സഹോദരിമാരോടും ഇരുന്ന് അവരോട് ഒത്തിരി സമയം സംസാരിക്കാനും ഒന്നും എനിക്ക് സമയമില്ലായിരുന്നു. If anybody wanted to see me, I'll tell them come between 2 and 4. I'm a little free that time. ആരെങ്കിലും എന്നെ കാണുവാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ അവരോട് പറയുമായിരുന്നു 2 മുതൽ 4 വരെയുള്ള സമയത്ത് ഞാൻ അല്പം ഫ്രീ ആയിരിക്കും, ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കാണാം. And before the children woke up, I tried to do all my cooking and get things ready for them. ഞാൻ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടിയുള്ള കുക്കിങ്ങും അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കുമായിരുന്നു. So that I won't be stressed out when my children are with me. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം ഉള്ളപ്പോൾ ഞാൻ പല തിരക്കുകളിലും അകപ്പെട്ട് ആകെ ഒരു സ്ട്രെസ്ഡ് ആയിരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെട്ടില്ല. Then I used to try and be free when they are doing their studies so that they won't be fooling around but they sit down and study. അവർ പഠിക്കുന്ന സമയത്ത് ഞാൻ മറ്റു പല ജോലി തിരക്കുകളിലുമായി എൻ്റെ കുഞ്ഞുങ്ങൾ പഠിത്തത്തിൽ ഉഴപ്പാതെ അവരെ ഒന്ന് നോക്കുന്നതിന് ഞാൻ ആ സമയത്തും ഞാൻ ഫ്രീ ആയിട്ടിരിക്കുവാൻ ശ്രമിക്കുമായിരുന്നു. They studied on their own but I would be around so that they know that they have to sit down and study. അവർ പഠിക്കുന്ന സമയത്ത് അവർ തനിയാണ് പഠിച്ചത്. പക്ഷേ അവിടെ ഞാൻ അതിനൊരു നോട്ടം എൻ്റെ നോട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഉഴപ്പാതെ അവർ പഠിക്കുമായിരുന്നു. And every month they had monthly tests, so then I used to check the smaller ones in their studies. ഓരോ മാസവും അവർക്ക് ഈ മന്ത്ലി പരീക്ഷ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ സഹായവും ചെയ്യേണ്ടിയിരുന്നു. So I used to advise them, talk to them about God's word, pray with them, sing with them. ഞാൻ അവരെ ഉപദേശിക്കുകയും ദൈവ കാര്യങ്ങളെക്കുറിച്ച് അവരോട് പറയുകയും അവരോടൊപ്പം പാട്ട് പാടുകയും ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. And sometimes when they saw like I was getting angry, I would tell them, Mommy is really sorry I got angry. I pray for me that I won't do like that. ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ അവരോട് ആ കാര്യം അവരോട് ഏറ്റുപറയുകയും അമ്മയ്ക്ക് ഈ ദേഷ്യം വന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ സത്യസന്ധമായിട്ട് അവരോട് പറയുമായിരുന്നു. So that they could realize that I am a normal person and I too was wanting to follow the Lord. ഞാനും ആത്മാർത്ഥമായിട്ട് കർത്താവിനെ പിൻപറ്റുവാൻ ശ്രമിക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് എന്ന് അവർ മനസ്സിലാക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. And I tried to show them godly goals, not earthly ambitions. ഈ ലോകത്തിലെ വലിയ വലിയ ഉന്നതരാകണമെന്നുള്ള ആഗ്രഹങ്ങളല്ല അവരുടെ മനസ്സിൽ ഉണ്ടാക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചത്. അവർക്കും ദൈവിക കാര്യങ്ങളിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. They all like to play cricket, but I used to keep that within certain limit, only in the evening. വൈകുന്നേരങ്ങളിൽ അവർക്ക് ക്രിക്കറ്റ് കളിക്കാൻ വലിയ താല്പര്യമായിരുന്നു. എന്നാൽ അവരെ കളിക്കാൻ അനുവദിക്കുമെങ്കിലും അതിനും ഞാൻ ചില നിബന്ധനകൾ വെച്ചിരുന്നു. What else is there? മറ്റൊരു ചോദ്യം ഇതും സഹോദരിയോടാണ്. അതായത് after some years of marriage I find that I get much attached to my children and in the process cool off in my love towards my husband. How can I handle this situation? അതായത് വിവാഹത്തിൻ്റെ ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് വളരെ ചേർന്ന് പോവുകയും കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അതിൽ എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം തണുത്തു പോവുകയും ചെയ്യുന്നു. ഞാനിതെങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്?
All of us mothers have the tendency to love our children very much. നമുക്കെല്ലാവർക്കും മാതാക്കൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെയധികം സ്നേഹിക്കുവാനുള്ള ഒരു പ്രവണതയുണ്ട്. But that's not God's order. We should love our husband more than our children. പക്ഷേ ദൈവത്തിൻ്റെ മുൻഗണന അങ്ങനെയല്ല. നാം നമ്മുടെ കുഞ്ഞുങ്ങളെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And I used to tell the Lord help me to put things in the right order. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ശരിയായ മുൻഗണന പ്രകാരം ഈ കാര്യങ്ങളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. And I used to pray about it, and the Lord has been helping me in that area. ഞാൻ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം ആ കാര്യത്തിൽ എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. I know God has been helping me because now all my children are married and I can leave them alone, and I don't I pray for them, but I'm not so attached to them. എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാം വിവാഹം കഴിഞ്ഞു, അവരിപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. അവരെല്ലാം അവരുടെ കാര്യങ്ങൾ അവർ തനിയെയാണ് ചെയ്യുന്നത്. ഞാൻ അവരിൽ നിന്നും ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. But if I was holding on to them, I would have been a problem in their married life. Their wife would have found me a difficult person if I was hanging on to my children. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഇപ്പോഴും ഞാൻ എങ്ങനെ ഒട്ടി ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ കുടുംബജീവിതം നടത്തുവാൻ തന്നെ പ്രശ്നമുണ്ടാകുമായിരുന്നു. അവരുടെ ഭാര്യമാർക്ക് എന്നോട് വിരോധമുണ്ടാകുമായിരുന്നു. So that's why it's good to let go of our children and ask God to help us to be more and more attached to our husband. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വിട്ടുകൊടുക്കുകയും കൂടുതലായിട്ട് നമ്മുടെ ഭർത്താവിനോട് നാം ചേർന്നിരിക്കുകയും ചെയ്യേണ്ടത്. At the same time, if our children are in any trouble or difficulty, we can run and help them. പക്ഷേ ആ സമയത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഓടി അവരെ സഹായിക്കുവാനും കഴിയും. And then our daughters-in-law will realize the correct order. They too will love their husbands. അപ്പോൾ നമ്മുടെ മരുമക്കളും ആ പെൺകുഞ്ഞുങ്ങളും അവർക്കും ഈ കാര്യം മനസ്സിലാവും, അവരും അതിൻ്റെ ശരിയായ ആ മുൻഗണന അവർക്കും മനസ്സിലാവുകയും ചെയ്യും. മറ്റൊരു ചോദ്യം, I feel that my relatives are negatively influencing my oneness with my husband. How can I address this problem? എൻ്റെ ബന്ധുക്കൾ അവരെന്നെ തെറ്റായ തരത്തിൽ സ്വാധീനിക്കുകയും എൻ്റെ ഭർത്താവിനോടുള്ള ഐക്യത്തെ അത് ബാധിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇതെങ്ങനെയാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്? We should tell our relatives, please leave us alone. My husband and I are one unit, and I want to run my family with him, not with you all. നമ്മുടെ ബന്ധുക്കളോട് നാം വ്യക്തമായി, ഞാനും ഭർത്താവും ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങൾ ഒന്നിച്ചാണ് ഇരിക്കുന്നത്, നിങ്ങൾ ദയവായിട്ട് ഞങ്ങളുടെ ഈ കുടുംബകാര്യങ്ങൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അവരോട് പറയണം. Even if they tell us, they should realize that we are not going to listen to them or try to influence us even through our children. അവർ നമ്മളോട് പറഞ്ഞാൽ പോലും അത് നമ്മെ സ്വാധീനിക്കില്ല എന്നും നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടെ പോലും അവർ നമ്മെ സ്വാധീനിക്കില്ല എന്നും അവരറിയണം. They'll get the message when they realize that we are not doing what they tell us. അവർ പറയുന്ന കാര്യങ്ങളൊന്നും നാം ചെയ്യാതിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെത്താൻ മനസ്സിലായിക്കൊള്ളും. മറ്റൊരു ചോദ്യം ഇതാണ്, I get easily discouraged when faced with tough situations. Could you give some advice? ബുദ്ധിമുട്ടുള്ള പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് നിരാശപ്പെടുന്നു. ഞാൻ ഈ സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത്? Discouragement can come to all of us, but the Lord is the one who can lift us up. നിരാശ നമുക്ക് എല്ലാവർക്കും തന്നെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മെ എഴുന്നേൽപ്പിക്കേണ്ടത്, ഉത്സാഹിപ്പിക്കേണ്ടത് ദൈവമാണ്. Sometimes as women, we run to our mothers or some friend for comfort if we are in some trouble. നമുക്ക് എന്തെങ്കിലും പ്രയാസമുള്ളപ്പോൾ നമ്മൾ ഓടി നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തോ നമ്മുടെ അമ്മമാരുടെ അടുത്തോ ആണ് നാം സാധാരണ പോകാറുള്ളത്. That's not the strong, that's not the correct way I feel. അതല്ല ഒരു ശരിയായ വിധം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. Because in Jeremiah 5 it says, cursed is the man who depends on man and trusts in man for anything. Jeremiah 17 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഭുജബലത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ എന്ന് നാം അവിടെ വായിക്കുന്നു. And blessed is the one who trusts in the Lord. കർത്താവിൽ യഹോവയിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നും നാം അവിടെ വായിക്കുന്നു. So any discouragement comes, we say, Lord, I want to look to you and you can encourage me. ഏതെങ്കിലും തരത്തിലുള്ള നിരാശ വരുമ്പോൾ, ദൈവമേ ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, കർത്താവേ ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു, അങ്ങ് എന്നെ ഈ സാഹചര്യത്തിൽ സഹായിക്കണമേ എന്ന് നാം ദൈവത്തിൻ്റെ മുഖത്തേക്കാണ് തിരിയേണ്ടത്. And God will encourage us from His word and by His mighty power. ദൈവം തൻ്റെ വചനത്തിലൂടെയും തൻ്റെ
വലിയ ശക്തിയിലൂടെയും നമ്മെ അവൻ ബലപ്പെടുത്തും. എന്തെങ്കിലും പറയാനുണ്ട്? There is one verse that really we need to understand if we want to overcome discouragement. നമുക്ക് നിരാശയെ ജയിക്കണമെന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വാക്യം. This applies to men, women, everybody. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വാക്യമാണ്. 2 Corinthians 4 verse 1. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 1-ാം വാക്യം. Therefore, since we have received this ministry, as we have received mercy, we just don't get discouraged. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാവുകയാൽ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. It means we never get discouraged. അതിന്റെ അർത്ഥം നാം അധൈര്യപ്പെടുന്നില്ല എന്നർത്ഥം. ഒരിക്കലും അധൈര്യപ്പെടുന്നില്ല. Which ministry is the thing that prevents us from getting discouraged? ഇപ്രകാരം നാം അധൈര്യപ്പെടാതെ ഇരിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ച ഈ ശുശ്രൂഷ എന്താണ്? This is a ministry all believers get. ഇത് എല്ലാ വിശ്വാസികൾക്കും ലഭിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. When he says therefore, since we have received this ministry, അവിടെ പറയുന്നത് അതുകൊണ്ട് ഈ ശുശ്രൂഷ ഉണ്ടാവുകയാൽ. What is this ministry? ഈ ശുശ്രൂഷ എന്താണ്? That is mentioned in the previous verse. അത് അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. That is the ministry of being changed into the image of Christ by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരായി തീരുന്ന ആ ശുശ്രൂഷ, അതാണ് നാം അവിടെ വായിക്കുന്നത്. Into the likeness of Christ. ക്രിസ്തുവിനെ പോലെ ആകുവാൻ. From glory to glory. മഹത്വത്തിൽ നിന്ന് തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. If that is the ministry we want, നാം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ അതാണെങ്കിൽ, Lord, I want the Holy Spirit to make me more and more like Jesus. ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ കൂടുതൽ കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ഞാൻ അനുരൂപനായി തീരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിരാശരാവുകയില്ല. Because everything that happens is going to work for my good to make me like Jesus. കാരണം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് അത് എന്റെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. Romans 8:28 says God makes everything work for our good. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എല്ലാം അവൻ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. If we love God, നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, in the next verse it says that good is, 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആ നന്മ എന്ന് പറയുന്നത് not more money or anything like that. ആ നന്മ എന്ന് പറയുന്നത് കൂടുതൽ പണമോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളല്ല. More likeness to Christ. പക്ഷേ കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായിട്ട്. Discouragement comes when I've got some other earthly goals. നമുക്ക് മറ്റെന്തെങ്കിലും ഭൗതികമായ ലോകപരമായ ലക്ഷ്യങ്ങൾ ഉള്ളപ്പോഴാണ് നമുക്ക് നിരാശയുണ്ടാവുക. You want to marry somebody, it didn't work out, you get discouraged. നിങ്ങൾക്ക് മറ്റാരെങ്കിലും വിവാഹം കഴിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു, അത് നടന്നില്ല, നിങ്ങൾക്ക് നിരാശയുണ്ടാവും. You want a particular job, you didn't get that, you get discouraged. നിങ്ങൾക്ക് ഒരു പ്രത്യേക ജോലി വേണമായിരുന്നു, നിങ്ങൾക്ക് അത് ലഭിച്ചില്ല, നിങ്ങൾ നിരാശരാകുന്നു. You want to get admission in a college, you didn't get it, you get discouraged. നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ വേണമായിരുന്നു, നിങ്ങൾക്ക് അത് ലഭിച്ചില്ല, നിങ്ങൾ നിരാശരാകുന്നു. It's all earthly things. ഇതെല്ലാം ലോകപരമായ കാര്യങ്ങളാണ്. Or you lost some money, you get discouraged. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു, പണം നഷ്ടപ്പെട്ടു, നിങ്ങൾ നിരാശരാകുന്നു. That is because you are having 101 other ministries. അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മറ്റ് 101 ശുശ്രൂഷകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ശുശ്രൂഷയാണ് നിങ്ങളുടെ താല്പര്യം. ഇവിടെ നാം വായിച്ച becoming like Christ more and more and more, കൂടുതൽ കൂടുതൽ തേജസ്സിന്മേൽ തേജസ്സ് പ്രാപിച്ച് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ആ ശുശ്രൂഷ. Never get discouraged no matter what happens. മറ്റെന്ത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നിങ്ങൾ നിരാശരാവുകയില്ല. Because you'll say, praise the Lord, this thing is also going to make me more like Jesus. നിങ്ങൾ പറയും, ദൈവമേ അങ്ങേക്ക് സ്തോത്രം, ഈ കാര്യവും എന്നെ കൂടുതൽ അങ്ങയുടെ സ്വഭാവത്തിന് അനുരൂപരാക്കുവാൻ ഉതകുന്നതാണ്. Things that look good and the things look bad in human eyes. നല്ലതെന്നും മോശമെന്നും മനുഷ്യന്റെ കണ്ണുകളിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ, if you love God, God makes it work all for good. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇതെല്ലാം നന്മയ്ക്കായിട്ട് ദൈവം കൂടി വ്യാപരിപ്പിക്കും. See, it's like there is a filter called AquaGuard that they sell for purifying water. വെള്ളം ശുദ്ധീകരിക്കുവാനായിട്ട് അവർ വിൽക്കുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, വാട്ടർ ഫിൽറ്റർ ഉണ്ട്. അക്വാ ഗാർഡ് എന്നാണ് അതിന്റെ പേര്. They'll demonstrate it for you. അത് അവർ വന്ന് നിങ്ങൾക്ക് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു തരും. Put dirty water or clean water on top, you get clean water underneath. നിങ്ങളത് അഴുക്ക് വെള്ളമോ നല്ല വെള്ളമോ എന്ത് അവിടെ ഒഴിച്ചാലും നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്നത് നല്ല വെള്ളമായിരിക്കും. Romans 8:28 is like that. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം അങ്ങനെയാണ്. People do good, people do bad, it all works out for my good. ആളുകൾ നന്മ ചെയ്താലും ആളുകൾ തിന്മ ചെയ്താലും എല്ലാം എനിക്ക് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. How can you be discouraged if everything is working for your good? എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നിരാശരാകുവാൻ കഴിയും? If you get a promotion in your job and your salary becomes double, do you get discouraged? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഒരു മുൻ കയറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളം ഇരട്ടിയാവുകയും ചെയ്താൽ നിങ്ങൾക്ക് നിരാശ തോന്നുമോ? No. ഇല്ല. That's for your good. അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. When you have this ministry of becoming like Christ, everything will work for your good.
ഇങ്ങനെ ക്രിസ്തുവിനെ പോലെ ആകുന്ന ശുശ്രൂഷ നിങ്ങൾക്കുള്ളപ്പോൾ എല്ലാം നിങ്ങളുടെ നന്മയ്ക്കായിട്ട് കൂടി That's why വ്യാപരിക്കും. Paul says, I never get discouraged. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ നിരാശപ്പെടുന്നില്ല. I found that in my life too. അത് എൻ്റെ ജീവിതത്തിലും ഞാനത് കണ്ടു. I used to be so discouraged in the early part of my Christian life. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ ഞാൻ വളരെ നിരാശപ്പെടുന്ന ഒരു Because I had വ്യക്തിയായിരുന്നു. so many other ambitions. എനിക്ക് ആ കാലഘട്ടങ്ങളിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. Now I have only one. എനിക്കിപ്പോൾ ഒരു ആഗ്രഹമേ ഉള്ളൂ, Only one. ഒന്ന് മാത്രം. To become a little more like Christ every day. ഓരോ ദിവസവും കുറച്ചുകൂടെ കർത്താവിനെ പോലെ ആയിത്തീരുക. Like Paul says, you never get discouraged. അങ്ങനെയാകുമ്പോൾ പൗലോസ് പറയുന്ന പോലെ ഞാൻ നിരാശപ്പെടുന്നില്ല. Man or woman, പുരുഷനോ സ്ത്രീയോ ആരും, in sickness or in health, രോഗത്തിലും ആരോഗ്യത്തിലും, in loss or in gain, ലാഭത്തിലും നഷ്ടത്തിലും, if I can become more like Christ, you never get discouraged. കുറച്ചുകൂടെ കർത്താവിനെ പോലെ ആയിത്തീരുക So എന്നുണ്ടെങ്കിൽ ഞാൻ നിരാശനാവുകയില്ല. that is the fundamental problem with so many believers. അനേക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ്. Is that the last question? അതാണ്. Okay, that's a good note on which to close. നമുക്ക് ഇങ്ങനെ ഈ വചനങ്ങളാൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. Let's pray. Heavenly Father, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, help us to refocus and see what our goal in life should be. കർത്താവേ, ഞങ്ങൾ വീണ്ടും ലക്ഷ്യബോധമുള്ളവരായി അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ആ ലക്ഷ്യം കാണുവാനായിട്ട് അങ്ങ് ഞങ്ങളെ To be സഹായിക്കണം. like Jesus Christ കർത്താവേ, അങ്ങയെ പോലെ ആകുവാൻ, and to recognize that everything in life you plan to make us like Christ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ അങ്ങയെ പോലെ ആകുവാൻ വേണ്ടിയാണ് അങ്ങ് ക്രമീകരിക്കുന്നത് എന്ന് വിശ്വസിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. So help us, we pray, കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. to see this clearly. വളരെ വ്യക്തമായി കാണുവാൻ ഞങ്ങളെ We pray സഹായിക്കണമേ. in Jesus' name. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.